ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടോണറാണോ റോസ് വാട്ടറാണോ, ഇതിലേതാണ് നല്ലതായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഞാനിതിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോണർ എന്ന് പറയുമ്പോഴും രണ്ടും നല്ലതാണ്, റോസ് വാട്ടറും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പക്ഷെ കുറച്ചുകൂടി നാച്ചുറലി നല്ലതെന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. പിന്നെ ഇത് നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്ന സംഭവമാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. കൂടാതെ ഇത് വളരെ അഫോർഡബിളും ആയിട്ടുള്ളൊരു കാര്യമാണ്. ടോണർ എന്ന് പറയുമ്പോൾ ഒരു 200-ന് മേലെയൊക്കെ റേറ്റ് എന്തായാലും വരും. അപ്പോൾ നമുക്ക് എന്താണ് ടോണറെന്നും എന്താണ് റോസ് വാട്ടറെന്നും നോക്കാം. വാട്ട് ഈസ് ടോണർ? ടോണർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടിപ്പിക്കലി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മുടെ സ്കിന്നിലെ pH ബാലൻസൊക്കെ ഓക്കെ ആക്കുമ്പോൾ ബാക്കി ഉണ്ടാവുന്ന മുഖത്തുള്ള അഴുക്ക്, അതേപോലെ തന്നെ ക്ലെൻസറിൽ നിന്ന് ബാക്കി വരുന്ന അഴുക്കൊക്കെ റിമൂവ് ആക്കാനായിട്ടും ടോണർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി എന്താണ് റോസ് വാട്ടർ? വാട്ട് ഈസ് റോസ് വാട്ടർ? കുറേ നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിന് നാച്ചുറലായതും അതേപോലെ ഇത് സൂത്തിങ് പ്രോപ്പർട്ടീസ് ഇതിനും ഉണ്ട്. അപ്പോൾ റോസ് വാട്ടർ അതിൻ്റെ ഹൈഡ്രേറ്റിംഗ് എഫക്റ്റുകൾ കൊണ്ട് പേരുകേട്ട ഒന്നും കൂടിയാണ്. പകുതിയിലധികം ആളുകളും ഇത് ഫേഷ്യൽ മിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടോണറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണറും റോസ് വാട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടോണർ എന്ന് പറയുന്നത് വാട്ടർ ബേസ് ആണ്, അതേപോലെ ബോട്ടണിക്കൽ എക്സ്ട്രാക്ട്സും വേറെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ടോണറിന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും സ്മെല്ല് ഉണ്ടാവുക. റോസ് വാട്ടർ എന്ന് പറയുന്നത് റോസിൻ്റെ ഇതളുകൾ മാത്രം അതിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് റോസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ല് മാത്രമായിരിക്കും റോസ് വാട്ടറിന് ഉണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനെ കുറിച്ചുമാണ്. അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് റോസ് വാട്ടറും ഈ ടോണറും യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. ഇവർക്ക് സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ടീ ട്രീ ഓയിലൊക്കെ ഉള്ള ടോണേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അവരെന്ന് പറയുന്നത് എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനും ബ്രേക്ക് ഔട്ട്സ് ഇല്ലാതാക്കാനൊക്കെ ഓയിലി സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ റോസ് വാട്ടർ അവർക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നിൽ ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറിൻ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഹൈഡ്രേറ്റിംഗ് ടോണറുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഡ്രൈ സ്കിന്നിന് റോസ് വാട്ടർ ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ഓയിൽ നിയന്ത്രിക്കാനായിട്ട് ടീ സോണിലുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഗുണങ്ങളുള്ള ഒരു ടോണർ യൂസ് ആക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഹൈഡ്രേഷൻ കൂട്ടാനായിട്ട് റോസ് വാട്ടർ ഡ്രൈ ഏരിയയിൽ യൂസ് ആക്കാനായിട്ടും നോക്കുക കോമ്പിനേഷൻ സ്കിന്നുകാർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കൂടുതലും റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ധൈര്യത്തോടെ തന്നെ ഇവർക്ക് റോസ് വാട്ടർ യൂസ് ആക്കാനായിട്ട് പറ്റും. ഇനി ടോണറാണ് വേണ്ടതെങ്കിൽ ഇവർ ജെൻറ്റിലായിട്ടുള്ളതും അതേപോലെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണേഴ്സ് സെലക്ട് ആക്കാനായിട്ട് നോക്കാം. ഞാൻ ടോണേഴ്സ് യൂസ് ആക്കാറില്ല. ഞാൻ യൂസ് ആക്കാറ് റോസ് വാട്ടേഴ്സാണ്. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ബഞ്ചാരാസിൻ്റെയും ഡാബറിൻ്റെയാണ് ഞാൻ യൂസ് ആക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നുണ്ട്. പിന്നെ റോസ് വാട്ടർ കൊണ്ട് നമുക്ക് കുറച്ച് റെമഡീസൊക്കെ വീട്ടിലുണ്ടാക്കാം. പിന്നെ കുറച്ച് ഹാക്സ് യൂസേജസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.